ഏവർക്കും സിനി വീക്കെൻഡ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാങ് മിൻജോന്റെ സംവിധാനത്തിൽ 2005 പുറത്തിറങ്ങിയ കൊറിയൻ ഫീൽ ഗുഡ് കോമഡി ചിത്രമാണ് മപ്പാഡോ ദ ഐലൻഡ് ഓഫ് ഫോർച്യൂൺ. കുപ്രസിദ്ധരായ തട്ടിപ്പ് സംഘത്തോടൊപ്പം വ്യാജ ഐഡന്റിറ്റിയുമായി അവരോടൊപ്പം ജീവിക്കുന്ന ഒരു പെൺകുട്ടി. എന്നാൽ അവരിൽ നിന്നും $16 മില്യൺ ലോട്ടറി അടിച്ച ആ ഒരു ടിക്കറ്റുമായിട്ട് അവൾ അവിടെ നിന്ന് കടന്നു കളയുകയാണ്. അവളെ കണ്ടെത്താനായിട്ട് നമ്മുടെ ഗ്യാങ് ലീഡർ രണ്ടുപേരെ നിയമിക്കുകയാണ്. ഒന്ന് അഴിമതിക്കാരനായ ഒരു പോലീസും മറ്റൊന്ന് നമ്മുടെ ഗ്യാങ് ലീഡറിന്റെ കൂടെ തന്നെയുള്ള ഒരാളും. അങ്ങനെ അവളെ തപ്പി ആ രണ്ടുപേര് അവളുടെ ദ്വീപായ മാപ്പാ ദ്വീപിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെ അവരെ കാത്തിരിക്കുന്നത് മറ്റൊന്നാണ്. കുറേ പ്രായമായ സ്ത്രീകൾ. അവരെ മാത്രമാണ് അവരെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അവളെ കൂടാതെ അവർക്ക് തിരിച്ച് നാട്ടിലെത്താനും വയ്യ. അങ്ങനെ അവളെ തപ്പി കണ്ടുപിടിക്കുന്നതും ആ ടിക്കറ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ഇതൊരു കോമഡി ചിത്രമാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് ചിരിച്ച് ആസ്വദിക്കാനുള്ള എല്ലാ ചേരുവകളും സംവിധായകൻ ചിത്രത്തിൽ ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് അവിടെ ചെന്നപ്പോൾ ഉണ്ടാകുന്ന ഓരോരോ അബദ്ധങ്ങൾ, അവിടുത്തെ മുതിർന്ന സ്ത്രീകൾ അവരെ എങ്ങനെ വരവേൽക്കുന്നു, ചുരുങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. എടുത്തു പറയേണ്ടത് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫിയാണ്. ആ ഒരു ദ്വീപിനെയും ആ ദ്വീപിന്റെ മനോഹാരിതയും വളരെ മികച്ച രീതിയിൽ തന്നെ അവർ പകർത്തിയെടുത്തിട്ടുണ്ട്. കാണുന്ന ഓരോ പ്രേക്ഷകനും അത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. മറ്റൊന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചിത്രത്തിന്റെ കോമഡിയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ചിരിച്ചാസ്വദിക്കാൻ പറ്റിയൊരു ചിത്രമാണ് മപ്പാഡോ. ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ പിന്നെയുള്ള 1.5 മണിക്കൂർ നമ്മളെ ചിരിപ്പിച്ചൊരു വഴിയാക്കാൻ ചിത്രത്തിന് സാധിക്കും. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് ആക്ടിങ്ങും. അഭിനേതാക്കളുടെ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കൂടുതൽ മാറ്റുകൂട്ടുന്നത് എന്ന് കൂടി പറയാം. മുഷിപ്പിക്കാത്ത കഥ പറച്ചിൽ ശൈലി കൊറിയൻ സിനിമകളുടെ ഒരു പ്രത്യേകതയാണ്. അത് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു തരി ലാഗടിക്കാതെ നമുക്ക് ചിരിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റിയ ചിത്രം കൂടിയാണ് മപ്പാഡോ. ഇതൊരു പഴയ ചിത്രമല്ലേ എന്ന് കരുതി മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് നല്ലൊരു കോമഡി ചിത്രം തന്നെയാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ വെട്ടമൊക്കെ പോലെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ചിത്രമാണ് മപ്പാഡോ. മാപ്പോ ദ്വീപിന്റെ സൗന്ദര്യവും അതുപോലെ തന്നെ അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും കാണുന്ന ഓരോ പ്രേക്ഷകനും പുതുമ നൽകുന്നുണ്ട്. കാലഘട്ടത്തിൻ്റെതായ പോരായ്മകൾ ചിത്രത്തിലുണ്ടെങ്കിലും ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു ചിത്രം തന്നെയാണ് മപ്പാഡോ. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ ചിത്രം കാണാൻ വേണ്ടി ഒന്ന് പരിഗണിക്കുക. അപ്പം മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.